നമസ്തേ. നമുക്ക് പലപ്പോഴും പേരൻസ് എസ്പെഷ്യലി നമുക്കിവിടെ ട്രീറ്റ്മെൻറ്റിന് വരുമ്പം ഭയങ്കര കൺസേൺ ആണ് കുട്ടികളൊന്നും കഴിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ എത്രമാത്രം ആഹാരം കഴിക്കണം എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലായി വരണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ പ്ലേറ്റിലിരിക്കുന്ന കലോറി അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ കൊടുത്തു എന്നുള്ളതിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് മിക്കവാറും പേരൻസിന് ആവശ്യം. പക്ഷെ ആ സാറ്റിസ്ഫാക്ഷൻ ആണോ വേണ്ടത്, നമ്മൾ കൊടുക്കുന്ന ആഹാരം പ്രോപ്പറായിട്ട് അവർക്ക് ദഹിക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണോ വേണ്ടത്? അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ വയറിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് വേണം ആഹാരം കൊടുക്കാൻ, അല്ലാണ്ട് നമുക്കൊരു ധാരണയുള്ളതുപോലെ അല്ല കൊടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണം എൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഈ 2 കൈകൾ ചേർത്ത് വെച്ചാൽ എത്രയാണോ വലിപ്പമുള്ളത് അതാണ് എൻ്റെ വയറിൻ്റെ വലിപ്പം. അപ്പോൾ ഈ വയറിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് വേണം ഞാൻ കഴിക്കാൻ. ഇനി അതിൽ തന്നെ എത്ര ആഹാരം കഴിക്കണം, ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ ഖരമായിട്ടുള്ളത് അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ളത് കഴിക്കാവുള്ളൂ. കാൽ ഭാഗം നമ്മൾ ജലാംശം വെള്ളമായിട്ടുള്ളത് വേണം കഴിക്കാൻ, കാൽ ഭാഗം നമ്മൾ വെറുതെ ഇടണം. അപ്പോൾ എത്രമാത്രം ഞാൻ കഴിക്കേണ്ടതായിട്ടുണ്ട്? ഇതുപോലെയാണ് നമ്മുടെ കുട്ടിയുടെ കൈ 2 ചേർത്ത് വെച്ചാൽ കുമ്പിള് പോലെ ആക്കിയാൽ എത്രമാത്രം ഉണ്ടോ അത്രയാണ് ആ കുട്ടിയുടെ വയറ്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം കുട്ടിക്ക് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ആഹാരത്തിൻ്റെ ക്വാണ്ടത്തേക്കാളുപരി നമ്മൾ എന്ത് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, എത്രമാത്രം കൊടുക്കണം, ഈ എന്ത് കൊടുക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ ട്രെയിൻ ചെയ്യിക്കുന്നത്. അവന് ഇഷ്ടമുള്ളത് മാത്രം കൊടുത്ത് ശീലിപ്പിക്കുകയല്ല വേണ്ടത്. നമുക്ക് ഇഷ്ടമില്ലാത്തതും കുട്ടി കഴിക്കാൻ പറ്റണം. ഇല്ല എങ്കിൽ സംഭവിക്കുന്നത്, ആ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടി ടാൻട്രംസ് കാണിക്കുകയും അത് അവസാനം ഒരു ബിഹേവിയറൽ ഇഷ്യൂ ആയിട്ട് മാറുകയും ചെയ്യുന്നതാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇതുണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് മാക്സിമം പരിശ്രമിക്കാം.